രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഇന്നലത്തെ തിരുവാതിരപ്പുഴുക്ക്. ഇന്നലെ അച്ഛൻ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് തിരുവാതിരപ്പുഴുക്ക്. എല്ലാവരും പുഴുങ്ങി കഴിച്ചോ തിരുവാതിരപ്പുഴുക്ക്? ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കഴിച്ച് കഴിയാനായി. എല്ലാ വർഷവും തിരുവാതിരയ്ക്ക് പിന്നെ അച്ഛൻ പുഴുക്ക് കൊണ്ടുത്തരും കേട്ടോ. എങ്ങനെയുണ്ട് ചേട്ടാ പുഴുക്ക്? ചേച്ചേൻ്റെ പൊതുവേ പുഴുക്ക് ഇഷ്ടമാണ്, എല്ലാ കൂട്ടം പുഴുക്കും. വൻപയർ, കൂർക്ക, ചെമ്പ്, പിന്നെ എന്താ ചേനില്ല, പിന്നെ എന്തൊക്കെയോ കിഴങ്ങുകൾ, കാച്ചില്, പിന്നെ എന്തോ നനകിഴങ്ങോ പൂടക്കിഴങ്ങ് അങ്ങനെയൊക്കെ പറയും. ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന തിരുവാതിരപ്പുഴുക്ക് കഴിക്കാൻ കേട്ടോ. ഇന്നലെ അച്ഛൻ ഓടി വന്നിട്ട് ഓടിപ്പോകുമായിരുന്നു. അപ്പോൾ തിരക്കിനിടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 38-39 കിലോമീറ്റർ ദൂരമുണ്ട് ഞാനും അച്ഛനും അമ്മയും താമസിക്കുന്ന സ്ഥലവും തമ്മിൽ. അത്രയും ദൂരത്തു നിന്നാണ് അച്ഛൻ വണ്ടിയിൽ ഈ തിരുവാതിരപ്പുഴുക്കും കൊണ്ട് തരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തിരുവാതിരപ്പുഴുക്കിന് ടേസ്റ്റ് കൂടും. അമ്മ എന്താ പറയുക, എല്ലാം ഇത് കൊത്തിപ്പെറുക്കി പുഴുങ്ങി അച്ഛൻ്റെ കൊടുത്തു വിട്ടതാണ് കേട്ടോ. എപ്പോഴും നമ്മുടെ അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലമൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാനാണ് തിരുവാതിരപ്പുഴുക്ക് പുഴുങ്ങി അച്ഛനും അമ്മയ്ക്ക് കൊടുക്കേണ്ടത്. പക്ഷേ ഇജാതി വിഭവങ്ങളൊന്നും നമുക്കിവിടെ എല്ലാം ഒന്നും കിട്ടത്തൊന്നുമില്ല. പക്ഷെ അമ്മയ്ക്കൊക്കെ ഇതൊക്കെ ഭയങ്കര, ഈ തിരുവാതിരയുടെ ഒരു മാസം മുന്നേ തന്നെ എല്ലാ കിഴങ്ങുകളും ശേഖരിച്ച് വെക്കും. അതായത് കൂർക്കയായിട്ടും പിന്നെന്താ പൂടക്കിഴങ്ങെന്നൊക്കെ പറയും. പൂടക്കിഴങ്ങ്, അതിന് എന്തൊക്കെ കിഴങ്ങാണ് വേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് കഴിക്കാൻ ഇഷ്ടമാണെന്ന് അല്ലാണ്ട് പൂടക്കിഴങ്ങ്, കൂർക്ക, പിന്നെ ഏതാണ്ടൊക്കെയോ കിഴങ്ങുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ആണ് പുഴുങ്ങിയെടുക്കുന്നത്. നല്ല ഇതെല്ലാം ആക്കി മുളിച്ചിട്ട് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അത്രയും ദൂരത്തുനിന്ന് അച്ഛൻ കൊണ്ട് തന്നാണ് ഇന്നലെ തിരുവാതിര പുഴുക്ക്. ഞാൻ ഇന്നലെ വ്രതമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പുഴുക്കൊന്നും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അച്ഛൻ അവിടെ നിന്ന് കൊണ്ട് തന്നു. അപ്പം അത്രയ്ക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കുന്നത്. ഇരട്ടി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ തിരുവാതിരപ്പുഴുക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്ത് വന്നിരുന്ന് കഴിക്കാം. നല്ല രസമല്ലേ, കാറ്റൊക്കെ കൊണ്ട് വെളിച്ചമൊക്കെ കൊണ്ട് ഒന്ന് പുറത്ത് വെളിയിൽ പോകാനുണ്ട്. അതുകൊണ്ടാണ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയിരിക്കുന്നത്. മക്കൾ എണീറ്റിട്ടില്ല. അപ്പോൾ മക്കൾക്കും ഈ തിരുവാതിരപ്പുഴുക്കും മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ.